കണ്ണടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട് ആവില്ല, നീ ബോംബെയിലേക്കാ വന്നത്, നീ ഒറ്റപ്പെടുന്നു പറഞ്ഞോട്. ഒറ്റപ്പെടുന്ന പറയുമ്പോൾ എനിക്ക് പേടി വന്നു കേട്ടോ. റൂമിൽ നിന്ന് ഇവര് കള്ളുടിച്ചാണ് ഫുള്ള് ഫിറ്റായി. ഇവരൊക്കെ നിയന്ത്രിച്ചിരുന്ന ഇവർ നോക്കിയതൊക്കെ ഞാനായിരുന്നു. ഇവര് ഫുള്ള് ഛർദ്ദിച്ചിട്ട് ആകെ ജഗ പോകായിരിക്കുന്ന റൂമില്. നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കണം നിങ്ങൾ ഓരോരുത്തരാവണം. മറ്റുള്ളവനെ നിയന്ത്രിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ശരീരത്തിനെ വിട്ടുകൊടുക്കരുത്. അതായത് നിങ്ങളെ സുഹൃത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരം നശിപ്പിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് വരരുത്. അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇനിയിപ്പോ നമ്മളൊക്കെ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്റെ ഏജിലുള്ള ആൾക്കാരൊക്കെ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശൈശവം കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞു, യൗവനം കഴിഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മള് വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാവിലെ കഴിഞ്ഞു, 10 മണി കഴിഞ്ഞു, ഉച്ചയും കഴിഞ്ഞു, അസറും കഴിഞ്ഞു, മഗ്രിബിലേക്ക് പോവാണ്. സായം സന്ധ്യയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ പലതും ചിന്തിക്കണം. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. മുമ്പ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയത്ത്, എന്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അന്ന് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാല് എന്റെ പ്രായക്കാരനല്ല. എനിക്ക് അന്ന് 18 വയസ്സാണെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം 40 വയസ്സുണ്ടാവും ആ കാലഘട്ടത്തില്. ഇപ്പൊ എന്റെ പ്രായത്തിലാണ് ചെറിയ കുട്ടി എന്നോട് വന്നിങ്ങോട്ട് ചോദിക്കുക, ഇക്ക ഞാൻ പോവാട്ടോ, പിന്നെ പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ നമ്മള് സ്നേഹമുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ ചെന്ന് പറയല്ലോ, യാത്ര ചോദിക്കുമല്ലോ. അങ്ങനെ യാത്ര ചോദിക്കാൻ പോയ സമയത്ത് എന്നോട് എന്റെ ഒരു സുഹൃത്ത്, ഈ പ്രായമായ ഏകദേശം 40 വയസ്സുള്ള ആ ആൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു. നിനക്ക് എത്ര വയസ്സ് വെച്ചിനോട്? ഞാൻ പറഞ്ഞു 18 വയസ്സ്. മോനെ ഒരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുക വെച്ചിനോട്. അങ്ങനെയാണെങ്കിൽ നീ പോയിക്കോ, അങ്ങനെ പോവുകയാണെങ്കിൽ എന്റെ എല്ലാവിധ അനുഗ്രഹം നിനക്ക് ഉണ്ടാവും പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, ഇക്ക പറഞ്ഞോളൂ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോനെ നിന്റെ ഈ പ്രായം ഉണ്ടല്ലോ, നീ ഒന്നാമത് പോകുന്നത് നീ ബോംബെ മെട്രോ നഗരത്തിലേക്ക്, ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. ബാംഗ്ലൂരിലേക്കാണ് നീ പോകുന്നത്, അതും മെട്രോ നഗരമാണ്. അത്രയും നിന്നെ നിയന്ത്രിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നിന്റെ ജീവിതം എങ്ങനെ വേണമെങ്കിലും നിന്നെ കൊണ്ടുപോകാം. ഇവിടേക്കാണെങ്കിൽ നിങ്ങൾ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട്. നീ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ നിന്നെ ശ്രദ്ധിക്കാനും നിന്നെ നിയന്ത്രിക്കാനും ആരുമില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നീ പോകുന്നത്. ഒരു ഉറപ്പ് നീ എനിക്ക് തരുമെങ്കിൽ വളരെ സന്തോഷം. ഇല്ലെങ്കിൽ നിനക്ക് പോവാം. ആ ഉറപ്പ് തരികയാണെങ്കിൽ എന്റെ എല്ലാ പ്രാർത്ഥനയും ആശീർവാദം നിനക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് ജ്യേഷ്ഠ സഹോദരന്മാരുടെ അനുഗ്രഹ ആശീർവാദത്തിന് നമ്മൾ കെഞ്ചുന്നവരാണ് അല്ലെ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇക്ക നിങ്ങൾ പറയും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചു. മോനെ നീ ഇപ്പൊ വീഡിയോയിലേക്ക് വെച്ചിട്ടുണ്ട്? ഇല്ല, വീഡിയോ ഞാൻ വലിക്കാറില്ല. കള്ളു കുടിക്കാറുണ്ടോ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. തുടർന്നും നിനക്കത് നിലനിർത്താൻ കഴിയുമെന്ന് ചോദിച്ചു. എങ്ങനെ നിലനിർത്തേണ്ടി ചോദിച്ചു. അതായത് കള്ളു കുടിക്കാതെ, ബീഡി വലിക്കാതെ, ലഹരിക്ക് അടിമപ്പെടാതെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു 7 വർഷം നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ചോദിച്ചോട്. 7 വർഷം എന്ന് പറഞ്ഞാൽ എന്റെ 18 വയസ്സ് വരെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടം ഞാൻ നിന്നോട് 7 വർഷം, നിന്റെ ലൈഫിലെ 7 വർഷം നീ എനിക്ക് വേണ്ടി മാറ്റി വെക്കുമെന്ന് ചോദിച്ചോട്. എന്നാൽ നിന്നെ പിന്നെ ആർക്കും തെറ്റിലേക്ക് തള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേക്കാൻ ഞാൻ ചെയ്തോളാം. കള്ളു കുടിക്കരുത്, ഇല്ല കുടിക്കൂല. ബീഡി വലിക്കരുത്, വലിക്കൂല. കഞ്ചാവിന് അടിമപ്പെടരുത്, ഓക്കെ കഞ്ചാവിന് അടിമപ്പെടൂല. അങ്ങനെ അദ്ദേഹത്തിന് കൊടുത്ത ആ വാക്കുമായിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. ബാംഗ്ലൂരിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ബാംഗ്ലൂരിൽ എന്റെ അയൽവാസിയായ തച്ചങ്കോടുള്ള അബ്ദുറഹ്മാൻ ഖാൻ, ഇന്ന് തച്ചങ്കോട് അദ്ദേഹം ടൈലർ ഷാപ്പ് ഇട്ട് ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ടൈലർ ഷാപ്പിലേക്ക് നിങ്ങളെല്ലാം അടിക്കാൻ കൊടുക്കണം. കാരണം നല്ലൊരു ടൈലറാണ്, അടിപൊളി ഏത് മോഡലും ഡിസൈനും കാര്യം ചെയ്യുന്ന ടൈലറാണ്. തച്ചങ്കോട് നമ്മളെ വാണിയമ്പല റോട്ടിലാണ് കേട്ടോ, യാദർശികമായിട്ട് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഞാൻ എന്റെ ഗുരുനാഥനെ പോലെ ഗുരു തുല്യനായിട്ട് കാണുന്ന ഒരാളാണ്. നല്ല മനുഷ്യനാണ്. അബ്ദുറഹ്മാനാണ് അറിയപ്പെടുന്ന പേര്. ഞങ്ങൾക്ക് റഹ്മാൻ ഖാൻ എന്നാണ് പറയാം ബാംഗ്ലൂരിൽ. അങ്ങനെ റഹ്മാൻ ഖാന്റെ കമ്പനിയിൽ ഞങ്ങൾ വർക്ക് ചെയ്തു ബാംഗ്ലൂരിൽ. പിന്നീട് എനിക്ക് ഹിന്ദി പഠിക്കണം എന്നൊരു ആഗ്രഹത്തിൽ ഞാൻ ബോംബെയിലേക്ക് പോവാണ്. അങ്ങനെ ബോംബെയിലേക്ക് പോകുമ്പോൾ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു മുസ്ലിംസ് ആയിട്ടും പിന്നെ ഒരു മലയാളി ആയിട്ടും. അപ്പം ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവരൊക്കെ പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തണ്ണിയടിക്കുക എന്ന് പറഞ്ഞ വലിയൊരു തെറ്റായ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തണ്ണിയടിക്കൽ ഹറാമായ കാര്യമാണ്, അത് നിഷിദ്ധമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമുക്കത് ഭയങ്കര തെറ്റായിട്ട് ഭയങ്കര ഒരു കുറ്റമായിട്ട് കാണുന്നവരാണ് മുസ്ലിംസ് വിഭാഗങ്ങൾ. എന്നാൽ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ റെക്കോർഡ് മുസ്ലിംസിനാണ് തണ്ണിയടിക്കുന്നത്. വേറെ വിഷയം, തിരൂരും കോട്ടയം മലപ്പുറം ജില്ലയ്ക്കാണ് കള്ളിന്റെ കാര്യത്തിൽ നമ്പർ 1 റെക്കോർഡ് കൊണ്ടുപോകുന്നത്. അതായത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല. അത് വേറെ വിഷയം. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിലേക്ക് പോകണം. ഹിന്ദി പഠിക്കണം. കന്നഡ പഠിച്ചിരുന്നു, ഞാൻ കന്നഡ എഴുതിയൊക്കെ പഠിച്ചിരുന്നു. പിന്നെ അങ്ങനെ തോന്നി കന്നഡ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ലോകം കറങ്ങണമെങ്കിൽ ഒന്ന് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ നമ്മുടെ കയ്യിൽ വേണം എന്നൊരു ചിന്ത വന്നപ്പോൾ ഞാൻ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിലേക്ക് പോവാണ്. അങ്ങനെ ബോംബെയിലേക്ക് പോകുമ്പോൾ ബോംബെയിൽ നിന്ന് ഇവർ ചെല്ലുന്ന വഴിക്ക്, അതായത് 4-5 പേര് പറഞ്ഞ് കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിലേക്ക് വരണം. അപ്പൊ ബോംബെയിലുള്ളവരുടെ സുഹൃത്തുക്കൾ അവരെ സ്വീകരിക്കുന്ന രീതി ഈ ബ്രാൻഡിയും വിസ്കി ഇങ്ങനെയുള്ള സാധനങ്ങൾ, എന്താ പേര് മുഴുവൻ, അങ്ങനെ 2 പേരെ എനിക്കറിയുള്ളൂ. ഇതൊക്കെ വാങ്ങിയിട്ട് ഇവരെ സ്വീകരിക്കുകയാണ്. അപ്പൊ ഞാൻ മാത്രമേ ഇതിൽ തണ്ണടിക്കാത്ത ആളുള്ളൂ. കാരണം വെച്ചാൽ എന്നോട് തണ്ണടിക്കരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മാത്രമേ തണ്ണടിക്കാത്ത ആളുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു നീ ബിയർ അടിച്ചോ, അതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ബിയറും വേണ്ട,
എനിക്കൊന്നും വേണ്ട. അതിൽ എനിക്കത് ഇവരിങ്ങനെ എൻ്റെ ഒരു വിജയ് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. അതിന് ഭയങ്കരമായിട്ട് ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ ബാംഗ്ലൂർ കമ്പനിയിൽ നിൽക്കുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ പറഞ്ഞു എന്നെ സുബു എന്ന് വിളിച്ചിരുന്നു കേട്ടോ. സുബൈർ എന്നില്ല അവർക്ക് വിളിക്കാൻ അറിയാത്തതുകൊണ്ട് സുബു എന്ന് വിളിച്ചിരുന്നു. സുബു നീ തണ്ണി അടിച്ചില്ലെങ്കിൽ നീ ഇന്ന് മുതൽ എൻ്റെ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ എനിക്ക് ഹിന്ദി അറിയില്ല, എനിക്ക് തമിഴ് അത്യാവശ്യം കന്നഡ അറിയില്ലായിരുന്നു, തമിഴും അറിയില്ല. ആ സമയത്ത് എനിക്ക് ഹിന്ദി അറിയില്ല. തമിഴും ഹിന്ദിയും പഠിച്ച ഞാൻ ബോംബെ എന്നാണ്. അപ്പൊ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ തണ്ണടിക്കാന്നുണ്ടെങ്കിൽ തണ്ണടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട് ആവില്ല, നീ ബോംബെയിലേക്ക് വന്നത് നീ ഒറ്റപ്പെടുന്നു പറഞ്ഞോട്. ഒറ്റപ്പെടുന്ന പറയുമ്പോൾ എനിക്കൊരു പേടി വന്നു കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞു ഞാൻ തണ്ണടിക്കാടാ, ഞാൻ അങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് തണ്ണടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അങ്ങനെ കണ്ണുനീര് വന്നെന്റെ കണ്ണുനീര് വന്നപ്പം പിന്നെ ഒപ്പം അവരെ റൂമിലുണ്ടായിരുന്ന ആളിനോട് എന്തിനാ കരയണോ ചോദിച്ചു. അല്ലെ ഇവൻ തണ്ണിയെടുക്കാൻ വേണ്ടി ഇവൻ നിർബന്ധിക്കണം. മറ്റേ ആൾ പറഞ്ഞു, വിജയിന്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, ഈ വിജയ് തണ്ണിയെടുക്കാൻ വേണ്ടി ആ പയ്യനോട് നിർബന്ധിക്കണം, അതുകൊണ്ടാണ് അവൻ കരയുന്നത് എന്ന് പറഞ്ഞു. അവൻ നീ എന്തിനാണ് അവനെ നിർബന്ധിക്കണം, അവൻ വേണമെങ്കിൽ അടിച്ചോടെ, നിനക്കെന്താ അത്ര ബുദ്ധിമുട്ട്, അവൻ അടിച്ചില്ലെങ്കിൽ അടിക്കേണ്ട, നീ എന്തിനാ ബുദ്ധിമുട്ടിക്കണേ ചോദിച്ചു. അങ്ങനെ അവൻ ഒന്ന് ഷൗട്ട് ചെയ്തു അയാളെ. പിന്നെ എനിക്ക് കമ്പനിക്ക് എനിക്ക് ചേസ് ചെയ്യാൻ ആൾ വേണമെന്ന് പറഞ്ഞാല് ആര് വിജയ്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് വിജയ് അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ തണ്ണി അടിക്കാൻ തയ്യാറായില്ല. കാരണം ഞാൻ നമുക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തല്ലോ ഒരാൾക്ക്, എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പ്രോമിസ് ചെയ്തല്ലോ, ഞാൻ തന്നെ അടിക്കൂലെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തല്ലോ. അപ്പൊ പ്രോമിസ് ചെയ്ത് എനിക്ക് അത് ധിക്കരിക്കാൻ കഴിയില്ല. അങ്ങനെ പിന്നെ ഇവർക്ക് എന്നെയായിട്ട് ഇങ്ങനെ ഈ ഗ്ലാസ് ഇങ്ങനെ മുടിച്ചിട്ട് ചേസ് എന്ന് പറയില്ലേ, ഇങ്ങനെ ചേസ് ചെയ്യണം. അപ്പൊ പറഞ്ഞു നിനക്ക് അങ്ങനെ ചേസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് നീ അവനെ കൊണ്ട് തന്നെ അടിക്കാൻ പറഞ്ഞു, അതിനവർ പെപ്സി വാങ്ങി കൊടുത്താൽ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരൊപ്പം അവര് തണ്ണി അടിച്ചു, എനിക്ക് അവർ പെപ്സി വാങ്ങി തന്നു. നമ്മുടെ ക്ലാസ്സിനെ ടിക്ക് ടിക്ക് ഇങ്ങനെ മുട്ടിച്ചു കൊടുത്തു. ക്ലാസ് അവന് സന്തോഷമായി, ഞാനും സന്തോഷമായി. എന്നിട്ട് ആ റൂമിന്ന് ഇവര് കള്ളുടിച്ചാണ്ട് ഫുള്ള് ഫിറ്റായി. ഇവരൊക്കെ നിയന്ത്രിച്ചിരുന്ന ഇവർ നോക്കിയതൊക്കെ ഞാനായിരുന്നു. ഇവര് ഫുള്ള് ഛർദ്ദിച്ചിട്ട് ആകെ ജഗ പോകായിരുന്നു റൂമില്. അത് വേറെ വിഷയം. അന്ന് ഞാൻ ശരിക്കും ഒരു കുടിയനായിരുന്നേനെ. ഏത് അന്ന് ഞാൻ എന്റെ ഈ ജ്യേഷ്ഠ സഹോദരന് വാക്ക് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനൊരു കുടിയനായി മാറിയിരുന്നേനെ. മനസ്സിലാവണ്ടോ? അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, നമ്മൾ ചില വാക്കുകൾ ചില പ്രോമിസുകൾ നമ്മൾ അതുപോലെ കൊണ്ട് നടക്കണമെങ്കിൽ നമ്മൾ ലൈഫിൽ മുന്നേറും. ഇന്നും പല ആൾക്കാരും എന്നെ പറഞ്ഞു ഹിന്ദിയൊക്കെ നല്ലതുപോലെ സംസാരിക്കുന്നു, നീ തമിഴ് നല്ലതുപോലെ സംസാരിക്കുന്നു, കന്നഡ നീ അത്യാവശ്യം സംസാരിക്കുന്നു, പക്ഷെ നീ ഇതിലൊക്കെ പോയി വന്നിട്ട് നീ എന്തുകൊണ്ട് തണ്ണി അടിക്കുന്നില്ല, നിനക്ക് എന്തുകൊണ്ട് ആ പഴക്കം കിട്ടി, വീഡിയോ വലിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിന് കാരണം എന്റെ ശരീരത്തെ നിയന്ത്രിക്കേണ്ടത് ഞാനാണ്. അതുപോലെ എന്റെ ഓരോ പ്രേക്ഷകരോടും എന്റെ ഓരോ ഫോളോവേഴ്സിനും വ്യൂസിനും എനിക്ക് പറയുന്നത്, നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കണം. നിങ്ങൾ ഓരോരുത്തരാവണം. മറ്റുള്ളവനെ നിയന്ത്രിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ശരീരത്തിനെ വിട്ടുകൊടുക്കരുത്. അതായത് നിങ്ങളെ സുഹൃത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരം നശിപ്പിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് വരരുത്. അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മനസ്സിലാണ്ടോ? അപ്പൊ കുറെ നേരമായി ഞാൻ വന്നിട്ട്, കുറെ നേരമായി എന്റെ ഈ ഒരു കാര്യങ്ങൾ, എന്റെ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേൾക്കുന്ന ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ എന്റെ ലൈവ് ഡയറക്റ്റായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്നു വേണ്ട. എന്തെങ്കിലുമൊക്കെ എഴുതി കണ്ട് ചീത്ത പറയലൊക്കെ എന്തായാലും കുറെ കുറഞ്ഞിട്ടുണ്ട്. ഈ ചീത്ത പറഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ പലിശയിലേക്ക് പോകരുത്, പലിശയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക, സമാധാനത്തോടെ ഇറങ്ങുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും ഓരോരുത്തരും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.